സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേട്ടായി ചായ. ചേട്ടായി ഒരു കടിയും കൂടി എടുക്കട്ടെ? എനിക്ക് വേണ്ട. അപ്പൊ എനിക്ക് 2 കടി. എന്തുപറ്റി കാർത്തി? ബാക്കിലെ ടയറിന് ഇത്തിരി ഏറ് കുറവുണ്ടെന്ന് തോന്നുന്നു. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ കാറ് വിളിക്കണോ? വേണ്ട വൈക, നമുക്ക് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല, എങ്ങോട്ടേക്കാ? കോഫി ഷോപ്പിലേക്കല്ലേ? ചേച്ചി വീണ്ടും കട്ടൻ ചായ കേട്ടോ? ഇത്രയും വലിയ ബുക്കുകളൊക്കെ പഠിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കണം. എന്നാലേ ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ. ചേച്ചിയെ പോലെ ഒരു അമ്മ ഇവിടെ കിട്ടിയതാ ഏറ്റവും വലിയ ഭാഗ്യം. ഭാഗ്യമൊക്കെ അവിടെ നിക്കട്ടെ, ഇത്രയും വലിയ ബുക്കൊക്കെ എവിടുന്ന് കിട്ടി മോളെ നിനക്ക്? ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ കയ്യിലുണ്ടായിരുന്നോ? അയ്യോ ചേച്ചി, ഇതൊന്നും വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ കൊറേ ബുക്സ് തന്നത് വൈദേഹി അമ്മയാ. കൊറേ വൈക മാഡം തന്നു. പിന്നെ കൊറേ ലൈബ്രറിന്നും എടുത്തു. പിന്നെ എന്റെ ഒരു ക്ലാസ്മേറ്റ് ഇല്ലേ സിദ്ധാർത്ഥ്, അവന് ഹെൽപ്പ് ചെയ്യും. ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ സഹായിക്കുന്നതും അവരൊക്കെ തന്നെയാ. എന്തോ ജാനകി അമ്മ ഉൾപ്പെടെ എനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഞാൻ കളക്ടർ ആവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരാളൊഴികെ. നിന്റെ ഭർത്താവ് വീണ്ടും തുടങ്ങിയ പറഞ്ഞാ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിന്റെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്വം അവൻ കാണിക്കുന്നേ? എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടാണോ ഇപ്പൊ ദുബായി പോയത്? ദുബായി പോകുന്നത് അവന്റെ സ്വപ്നമാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോഴെങ്ങനെയാ നിന്നോടുള്ള ഉത്തരവാദിത്വമായേ? ഏട്ടൻ ദുബായി പോണത് എന്തിനാ? പണം സമ്പാദിക്കാൻ. ആ പണം സമ്പാദിച്ച അത് ആർക്കാ ഉപകാരപ്പെടുന്നത്? എനിക്കല്ലേ? പിന്നെ അവന്റെ ഒരു ദുബായ്. എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത് അവൻ ആ കൊച്ചിയിലെങ്ങാനും പോയി സൂര്യാസ്തമനം കണ്ടോണ്ടിരിക്കുകയാണെന്നാ. ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ ഏട്ടനെ സംശയിക്കുന്നത്? അത്രയ്ക്ക് സംശയമാണെങ്കിലേ ഞാൻ ദേ ഏട്ടനെ ഇപ്പൊ വിളിക്കാം. എന്നിട്ട് ദുബായിന്ന് ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം. എന്താ മതിയോ? എങ്കിൽ വിളിക്കും. എന്നിട്ട് ഈ പറഞ്ഞ സാധനം നീ അയക്കാൻ പറ.
എന്താ ദുബായ്ക്കാരൻ ഫോൺ എടുത്തില്ലേ? അത് പിന്നെ എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും. ഓ എടുക്കും, ഇനിയും ഞാൻ വിളിക്കും. ഓ വീണ്ടും വിളിക്കുകയാണല്ലോ. എന്താ പ്രശ്നമൊന്നും അറിയില്ല. കാർത്തി, അത് അറ്റൻഡ് ചെയ്യ്. സ്പീക്കർ ഫോണിട്ട് സംസാരിക്കേ. ഏയ് വേണ്ട, കുഴപ്പമില്ല. ഇത് ഓഫീസിലൊരു മാറ്ററാ. ഒരു കൊട്ടേഷന്റെ കാര്യമാ. ടെൻഡർ വിളിച്ചിരുന്നു. ഓഫീസ് കാര്യല്ലേ, അത് ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം? ഫോൺ സ്പീക്കർ മോഡിലിട്. അത് കുഴപ്പമില്ല വൈക. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓഫീസിലെ മാറ്റർ ആണെങ്കിൽ വൈകമോളും ഞാനും കേട്ടാൽ എന്താ കുഴപ്പം? സ്പീക്കർ മോഡിലിടാതെ ഫോണുമായിട്ട് അവൻ ഇവിടുന്ന് പോയി. അതിനർത്ഥം ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ആ ഫോൺ കോളിലുണ്ടെന്ന് തന്നെയാ. എന്തിനാ എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ ഏട്ടൻ വിളിക്കുന്നുമില്ല, ലൊക്കേഷൻ അയക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിന്റെ ഒരു ലൊക്കേഷൻ എന്താ തീർന്നില്ലേ നിന്റെ സംശയം? പണ്ട് മുംബൈക്ക് പോയതുപോലെ ആരോടും പറയാതെയൊന്നുമല്ല ഞാൻ ദുബായ്ക്ക് വന്നത്. കൃഷ്ണ മാമയോട് എല്ലാരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പഴയതുപോലെ ഇനി എന്നെ സംശയിക്കാനാണോ നിന്റെ തീരുമാനം? അത് ഞാൻ വിളിച്ചത് വേറൊന്നുമില്ല. ജാനകിച്ചിയുടെ ഒരു ബന്ധു ദുബായിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലെന്ന് കരുതി വിളിച്ചതാ. ഒരു ജാനകി ചേച്ചി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ വെറുതെ ടോർച്ചർ ചെയ്യണ്ട. ശരി ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. അതെ, പിന്നെ ലൊക്കേഷൻ അയച്ചേക്കണേ. ആ, അയക്കാം. മോശം. ഏട്ടൻ ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ. അയക്കട്ടെ, അപ്പ കാണാം. നോക്ക്, കണ്ടോ? ദുബായ് ലൊക്കേഷനായി കാണുന്നത്. ഇപ്പൊ വിശ്വാസായില്ലേ? പൂർണ്ണമായിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ആ, തൽക്കാലത്തേക്ക് വിശ്വസിക്കാം. എന്റെ ചേച്ചി എന്തിനാ എങ്ങനെ സംശയിക്കുന്നത്? ഏട്ടൻ ദുബായ് തന്നെയാ. സംശയിക്കുന്നതല്ല മോളെ, പേടിയായിട്ടാ. നീ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. നീ സ്ട്രോങ് ആയ ഒരു പെണ്ണ, പക്ഷെ നിന്റെ മനസ്സിൽ അനുകമ്പ കൂടുതലാ. അതുകൊണ്ട് നിന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാ. നന്മയുള്ള നിന്നെ ആരും ചതിക്കരുത്, നിനക്കൊരു ദോഷവും വരരുത്, അത്രേ ഉള്ളൂ മോളെ. എനിക്കൊരു ദോഷവും വരില്ല ജാനകിയേച്ചി. എന്റെ കൂടെ ചാമുണ്ടേശ്വരി ദേവിയുണ്ട്. എനിക്കൊരു ദോഷവും വരാൻ ചാമുണ്ടേശ്വരി ദേവി സമ്മതിക്കില്ല. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്കൊരു ദോഷവും വരാതിരിക്കാൻ. ഒന്നും വരുത്തില്ല. എന്റെ മോള് നന്നായി പഠിക്കണേ. ചെല്ല്, ഇരിക്കും. പഠിച്ചോ?
ചേട്ടായി ചേട്ടായി അവിടെ ഒരു പൊളപ്പം തട്ടിടുണ്ട്. കപ്പയും പോട്ടിയോ സ്പെഷ്യലി. നമുക്കേ വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയല്ലോ. ഷേടാ, വൈകിട്ട് ചായയും വടയും കഴിച്ചതിന് ശേഷം ഈ ഫോണും നോക്കി ഇരിപ്പാണല്ലോ. എന്താ ചേട്ടായേ, വല്ല ചുറ്റിക്കളി ഒത്തോ? നോക്കിയേ, ഇത് നമ്മളെ മേഡമല്ലേ? ഒന്ന് മേഡമാണ്, അപ്പുറത്തിരിക്കുന്നതോ? അയ്യോ, ഇത് നമ്മുടെ സുന്ദരിയുടെ കിട്ടിയവനല്ലേ? അതെല്ലോ, നമ്മുടെ മേഡവും കാർത്തികും ഒരേ കാറിൽ. അതെങ്ങനെ വന്ന്? അതാണ് ചോദ്യം. ഒരു വശപ്പിശക ലക്ഷണമില്ലേടാ മങ്കി. സത്യം, ഇത് വശപ്പിശക. കാർത്തിക് ഒരു വീട്ടിൽ പോകുന്നു, അതേ സ്ഥലത്തേക്ക് സുന്ദരി ഓട്ടം വിളിക്കുന്നു. കാർത്തികും വൈഗ മേഡവും ഒരേ കാറിൽ പോകുന്നു. മൊത്തത്തിൽ ഹരിച്ചു കുണിച്ച് ഗണിച്ചു നോക്കുമ്പോ സംഗതി കോളവാണ്. വെറും കുളമല്ലേ ചേട്ടായി, ഇതേ കോവളവാ. അതേടാ മങ്കി, ഞാൻ പറഞ്ഞില്ലേ ചാമുണ്ടേശ്വരി എന്റെ കൂടെയാ. ഓരോ വഴികളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ചേട്ടായി, എനിക്ക് വിശക്കുന്നു. ഞാൻ പോയേ കപ്പയും പൊട്ടിയും കഴിച്ചിട്ട് വരും. അതെ, വെറുതെ പോയി ചോദിച്ചാൽ തന്നെ അതെന്റെ അമ്മായിയുടെ തട്ടുകീടൊന്നുമല്ല. ഇത് ഞാൻ എടുക്കുവാണേ. അത് 500 എല്ലാം കൂടെ തിന്ന് തീർക്കല്ലേ? ആ, കുഴപ്പമില്ല. ഇത് ഞാൻ കണ്ടുപിടിക്കോടാ. അവൻ പോയി തിന്നട്ട്. കാശ് വരാനുള്ളൊരു വഴി കണ്ടെത്തണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എത്തിയോ? ആ, കുറച്ച് ബുക്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. ഞാൻ കരുതിയത് കോഫി കൊണ്ടുവരുമെന്ന് വെറുതെ പറഞ്ഞതാണെന്നാ. ആ, വെറും വാക്ക് പറയുന്നവനല്ല സിദ്ധാർത്ഥ്. ദേ, ഈ കോഫി ഒന്ന് കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞാട്ടെ. യെസ് യെസ്, ഐ നോ. എന്റെ കോഫി സൂപ്പർ അല്ലേ? എന്നാ ആര് പറഞ്ഞു? എന്തിനാ പറയുന്നേ? സുന്ദരിയുടെ മുഖം കണ്ടാൽ അറിയാലോ. അയ്യടാ, കോഫി കൊള്ളാവോ ഇല്ലെന്ന് ഞാനാ പറയണ്ടേ. മുഖഭാവത്തിൽ അത് വ്യക്തമാണല്ലോ. മുഖഭാവം പോരാ, നാവെടുത്ത് തന്നെ പറയണം. എങ്കി പറയ്, കേക്കട്ടെ. ഈ കോഫിയെ കുറിച്ച് പറയാനാണെങ്കി പറയാ. കോഫി, ഈ കോഫി കൊള്ളാവോന്ന് ചോദിച്ചാ സൂപ്പറാന്ന് പറയുന്നേ. അതെ, എന്റെ ഓഫീസിലെ വൈഗ മാഡത്തിന് രാവിലെ എന്റെ കോഫി തന്നെ വേണം. അത് ഉഗ്രം കോഫിയാ. ഒരു വൈഗ മാഡം, അത് വിട്, ഇത് പറ. ഈ കോഫി അല്ലേ? അതെ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇത് ഫിൽറ്റർ കോഫിയാണോ? സുന്ദരി, എന്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കല്ലേ, ഒന്ന് പറഞ്ഞേ. പറയാം. എന്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കോഫിയല്ലേ? സൂപ്പർ. താങ്ക് യു സിദ്ധാർത്ഥ്. അയ്യോ, ക്ലാസ് തുടങ്ങാറായി, ഞാൻ പോട്ടെ. ഞാനിത് കഴുകി വെച്ചിട്ട് വരാവേ. വേണ്ട, സാരമില്ല. ഇല്ല, അതൊന്നും സാരമില്ല, ഞാൻ കഴുകിക്കൊണ്ടുവരാം. കാണുന്നില്ലല്ലോ.
കട്ടാക്കി? സുന്ദരി അങ്ങനെ ചെയ്യുന്നല്ലോ. ക്ലാസ് കഴിഞ്ഞില്ലേ ഇതുവരെ? സമയമായല്ലോ. വെയിറ്റ് ചെയ്യാം. ഏയ് അതൊന്നും കാര്യാക്കണ്ട. സാറ് പറഞ്ഞു കേട്ടില്ലേ, സബ്ജക്റ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, പിന്നെ എല്ലാം ഈസിയാ. ആ പറഞ്ഞത് സത്യം തന്നെയാ. ആദ്യം ഉണ്ടായിരുന്ന പേടിയൊന്നും ഇപ്പൊ ഇല്ല. എനിക്കും ആകുന്നുള്ള പ്രതീക്ഷയാ ഇപ്പൊ. ആ ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഒന്നും അറിയാത്ത പ്രായത്തിൽ തോന്നിയ മോഹമാണേ ഈ കളക്ടർ. സിവിൽ സർവീസ് എന്താന്ന് പോലും അറിയാത്ത പ്രായം. ഇപ്പഴാ മനസ്സിലായത് ഇത് നിസ്സാര കളിയല്ലാന്ന്. എത്ര നേരമായി ഞാൻ വന്നിട്ടെന്നറിയോ? പ്രിലിംസ്, മെയിൻ, ഇന്റർവ്യൂ, കടമ്പകള് കൊറേ ഉണ്ടേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് കോഫി എപ്പോഴാ തരുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിലേക്ക് വാ, നല്ല അസല് കോഫി ഉണ്ടാക്കി തരാം ഞാൻ. കോഫി കുടിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വരാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ സുന്ദരിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കോഫി അതെനിക്ക് വേണം. ഓക്കെ, ഒരു ദിവസം ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്താ പോരെ? ആ ഓക്കെ ഓക്കെ, അത് മതി. എങ്കിൽ ഞാൻ പൊക്കോട്ടെ? തന്നെ ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ. ഏയ് വേണ്ട. ഓക്കെ ബൈ. 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 ഒരു പാവപ്പെട്ടവൻ ഇവിടെ നിപ്പണ്ടേ? ചേട്ടായി ഇതപ്പോ വന്നു. ആ ഞാൻ വന്നിട്ട് കുറെ നേരമായി. അല്ല, പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ നമ്മളെന്ന് വേണ്ടല്ലോ. അയ്യോ ചേട്ടായി, ഞാൻ കണ്ടില്ല. കണ്ടില്ല, എനിക്കറിയാൻ കാണില്ലെന്ന്. ഞാൻ അവിടെ നിൽക്കുമ്പോഴാ എന്റെ മുന്നിലൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയത്. ആ വർത്താനം പറഞ്ഞോണ്ട് പോയതല്ലേ, അപ്പൊ അതുകൊണ്ടാ കാണാതിരുന്നത്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു വർത്താനം പറച്ചില്? പരിസരബോധം ഇല്ലാതായി പോയല്ലോ. ഇക്കണക്കിനാണെങ്കി വലിയ കളക്ടർ ആവുമ്പോ എന്തായിരിക്കും? കൂട്ടുകാരനെ വിളിക്കാൻ വന്ന ഞാൻ അതുവഴി അങ്ങ് പോയാ മതിയായിരുന്നു. പെങ്ങള് വെച്ചല്ലേ, ക്ലാസ് കഴിയാറായി കാണുമെന്ന് കരുതി വിളിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. അത് ശരി, അപ്പൊ എന്നെ വിളിക്കാനായിട്ട് വന്നതല്ല, അതാണ്. ഇപ്പൊ മനസ്സിലായി എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന്. എന്തായാലും നീ എന്നെ മറന്നല്ലോ. കൂട്ടുകാരനെ കണ്ടപ്പോ നോക്കാതെ പോയില്ലേ? മറക്കുന്നത് വേറെ, കാണാതെ പോയത് വേറെ. രണ്ടും ഒന്ന് തന്നെയാ. സാരല്ല, വാ. രണ്ടും ഒന്ന് തന്നെ ആണെങ്കിലേ ഞാൻ വരുന്നില്ല. ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം. ഓഹോ, പിണങ്ങിയോ? ആ വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ പിണക്കത്തോടെ തന്നെ നമുക്കങ്ങ് ബൈക്കിൽ പോയാലോ? ആ പോവാ. ആ എങ്കിൽ പിന്നെ വാ. പോവാം പിണക്കക്കാരി പെങ്ങളെ. ഓ അങ്ങനെ ആയിക്കോട്ടെ കുശുമ്പൻ ചേട്ടായി. കേറ്. നല്ല സൂപ്പർ ബീഫ്, നല്ല പൊറോട്ട, വേവൊക്കെ കറക്റ്റ്. സൂപ്പർ. 2 പൊറോട്ടയും കൂടെ വാങ്ങായിരുന്നു. ഇത്രയും തിന്നത് പോരെ? വിശപ്പ് മാറണ്ടേ? ചേട്ടാ ഭക്ഷണം കഴിച്ചു? നിങ്ങൾ കഴിച്ചോ? കഴിച്ചെന്ന് പറയാം, അത്രേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്. ഇവന്റെ വയറ് നിറയണമെങ്കിലേ വല്ല കല്യാണ സദ്യയും കഴിക്കണം. നീ സമാധാനായിട്ടിരിക്കും. നമ്മുടെ വൈഗ മാഡത്തിന്റെ കല്യാണത്തിന് വയറ് നിറച്ച് കഴിക്കാൻ കിട്ടും കേട്ടോ. വൈഗ മാഡത്തിന്റെ കല്യാണോ? ഇനിയോ? അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? വൈഗ മാഡത്തിന് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എടോ, വൈഗ മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞതാ. വൈഗ മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞതാണല്ലേ? പിന്നല്ലാതെ ലവ് മാരേജ് ആയിരുന്നു. ഓ, വലിയ ചടങ്ങൊന്നുമില്ലായിരുന്നു. ചെറിയൊരു ചടങ്ങ് നടത്തി, അത്രേ ഉള്ളൂ. എന്തായാലും കല്യാണം കഴിഞ്ഞത് അത് മതി, സമാധാനായി. വാ മങ്കി, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. വരട്ടെ. ശരി. എന്തോ കുഴപ്പമുണ്ടല്ലോ. എനിക്കും തോന്നി. എന്താ ചേട്ടായി? ചേട്ടായി വീണ്ടും വിശ്രമിക്കാൻ പോവാണ്? എടാ മങ്കി, ഓ നമ്മുടെ വൈഗ മാഡം കല്യാണം കഴിച്ചതാ. ഈ കാർത്തികവും കെട്ടിയതാ. അവന്റെ ഭാര്യയില്ലേ നമ്മുടെ സുന്ദരി? അവിടെയാണ് എന്റെ ചോദ്യം. അപ്പൊ പിന്നെ എങ്ങനെയാ കാർത്തികും വൈഗ മാഡവും ഒരേ കാറിൽ വന്നത്? ചേട്ടായി, ഇത് ചുറ്റിക്കളി തന്നെയാ. അങ്ങനെ തീർത്ത് പറയല്ലടാ, ഇത് സിറ്റിയല്ലേ. പക്ഷെ അവരുടെ ആ ഇരുത്തും പോക്കൊക്കെ കണ്ടപ്പോ എന്തോ ഒരു വശപ്പിശകില്ലാതില്ലല്ലോ അല്ലേ? ഉണ്ട് ചേട്ടായി, ഉണ്ട്. കാർത്തികിനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? ഐഡിയ, വിളിച്ചോ.
അവനെ വിളിക്കാം. കെ കാർത്തിക്. അടിക്കുന്നുണ്ട്. ആ എടുക്കും. ഇവന്മാരെന്തിനാ വിളിക്കുന്നത്? കട്ടാക്കി അവൻ. അഹങ്കാരി. ചേട്ടായിനെ ബഹുമാനം ഇല്ലാതുണ്ടോ? ആഹാ, ബഹുമാനിപ്പിക്കാം. ഞാൻ അവനെ ബഹുമാനിപ്പിക്കാം. ഇപ്പൊ ബഹുമാനിപ്പിക്കാം. അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കും ഞാൻ. ചേട്ടാ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഉണ്ടറാ. ദേ നീ ഇത് കണ്ടോ? ഇത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കും. എവിടെയാ കാർത്തിക്? സമാധാനം. ഇനി നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിക്കാം. പാടാങ്ങോട്ട് ജോലി ചെയ്യാം. നടക്ക്.